നമ്മൾ അവസാനം സുക്കു വാലിയിലെത്തി. ഇതാണ് സുക്കു വാലി. ഒരു ഗൈഡ് എടുത്ത് പാക്കേജ് എടുത്ത് വരാനുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് വന്നെങ്കിൽ തന്നെ വരിക. ഗൈഡൊന്നും ഒരു ആവശ്യമില്ല. അയ്യോ ഇതിപ്പോ സീനാണല്ലോ. ഇത് ഇച്ചിരി വളർന്ന മുളയാ. വഴിയില്ലേ? അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ പ്യുവർ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തരുന്ന റിവ്യൂ ആണ്. അപ്പൊ ദയവ് ചെയ്ത് റിവ്യൂ ആണ്, അല്ലാതെ ഇതല്ല. ഞങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ട്രക്കിംഗ് പോയിന്റിൽ വന്നിരിക്കുകയാണ്. നാഗാലാൻഡിലെ ഭയങ്കര ഫേമസ് ആണ്. നമ്മള് 2 മാസമല്ലേ ട്രെക്ക് ചെയ്തിട്ട്. അപ്പൊ നേപ്പാളിലാന്ന് തോന്നുന്നു അവസാനം ചെറിയൊരു ട്രെക്ക് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ നാഗാലാൻഡിൽ ആണിപ്പോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതൊരു ഫേമസ് ആയിട്ടുള്ള ട്രെക്കിംഗ് പോയിന്റ് ആണ്. പേര് സുക്കു വാലിയിലാണ്. അപ്പോൾ ഈ വാലി എന്ന് പറയുന്നത് നമ്മുടെ നാഗാലാൻഡിന്റെയും മണിപ്പൂരിന്റെയും ബോർഡറാണ്. അപ്പോൾ ബോർഡർ ലൈനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നാഗാലാൻഡിൽ നിന്ന് 2 വേ ഉണ്ട് ഇവിടെ ട്രെക്ക് ചെയ്യാൻ. മണിപ്പൂരിൽ നിന്ന് ഒരു വേ. അപ്പോൾ നാഗാലാൻഡിൽ നിന്നുള്ളത് നമ്മൾ നാഗാലാൻഡ് റൂട്ടിലാണ് കയറുന്നത്. അപ്പോൾ നാഗാലാൻഡിൽ നിന്നുള്ളത് ഒരു ജക്കാത്തയും വിശ്വേമ, അങ്ങനെ 2 ട്രെക്കിംഗ് പോയിന്റ് ആണുള്ളത്. അതിൽ ഷോർട്ടസ്റ്റ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വേമ റൂട്ടിലാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മളിതിൻ്റെ അകത്ത് എങ്ങനെ സുക്കുവാലിയിൽ എത്താം, ഏതൊക്കെ വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 പേര് തന്നെയാണ് കയറുന്നത്. അപ്പോൾ ഒരാൾ സോളോ പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. അപ്പോൾ മെയിൻ റൂട്ടിൽ നിന്ന് വിശ്വേമ വരുവാണെങ്കിൽ നമുക്ക് കുറേ ദൂരം നമുക്ക് ഓഫ് റോഡ് ഉണ്ട്. ഒരു 3-4 കിലോമീറ്റർ, ഏകദേശം ഒരു 30-35 മിനിറ്റ്സോളം നമ്മൾ ഓഫ് റോഡ് വന്നു. അപ്പോൾ നമ്മളിവിടെ വിട്ടത് സോഫിയാണ്. അപ്പോൾ നമ്മൾ സോഫി ഇവിടെ വരെ വിട്ടു. നമ്മുടെ കൂടെ ഒരാളെ കിട്ടി ഇവിടെ വെച്ച്. അപ്പോൾ ഇതാണ് വേ ടു സുക്കു. ഇനി നമുക്ക് ഓഫ് റോഡ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ വഴി തന്നെ നടന്നു പോകണം. അപ്പോൾ ഇത് ഇനി എത്ര ദൂരം എടുക്കും, എത്ര സമയം എടുക്കുമെന്നൊന്നും വലിയ പിടിയൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജക്കാത്ത റൂട്ട് നല്ല ടഫായിട്ടുള്ള റൂട്ടാണ്. പിന്നെ കുറേ നടക്കാനുണ്ട്. ഷോർട്ടാണ്, പക്ഷേ ഭയങ്കര കുത്തനെയുള്ള കയറ്റങ്ങളാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നോർമലി ഗൈഡൊക്കെ എടുത്താണ് എല്ലാവരും പോവാറ്. പിന്നെ ഈ വഴി മെയിൻ, പിന്നെ ഇപ്പോൾ 7:20 ടൈം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇവിടെ നൈറ്റ് ആവും. പെട്ടെന്ന് 4 മണിയാകുമ്പോൾ നമ്മുടെ നാഗാലാൻഡിൽ ഇരുട്ടാവും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ഫോറസ്റ്റ് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി. അപ്പോൾ വരുന്നവരും നേരത്തെ തുടങ്ങുക. നാഗാലാൻഡിലെ കൊഹിമയെന്നാണ് ഈ 2 സ്ഥലങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്, വിശ്വേമയും ജക്കാത്തയിലേക്കും. അപ്പോൾ കൊഹിമയെന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവാണുള്ളത്. അപ്പോൾ ഒന്നേ ജക്കാത്തയിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം, ജക്കാത്ത, അല്ലെങ്കിൽ വിശ്വേമയിൽ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ ട്രക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. നമ്മുടെ കൂടെ വന്ന പയ്യൻ ഫ്രണ്ടിലങ്ങ് പോയി. അല്ലെങ്കിൽ ആസാമിൽ നിന്നാണ്. അങ്ങനെ കുറേ ദിവസത്തിന് ട്രക്ക് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ വാലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രക്ക് ചെയ്തിട്ടത്. ഇനി നോക്കാം എങ്ങനെ എത്തുമെന്ന്. നാഗാലാൻഡിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയിലേക്ക് സ്റ്റെപ്പാണ് ഇവിടെ ഫുള്ള്. The hardship for the summit is just for few steps more. അപ്പോൾ വഴി മാറിപ്പോകാനൊന്നുമില്ല. നമുക്കൊരു വേ ഉണ്ട്, ഒറ്റ വഴിയേ ഉള്ളൂ, സ്റ്റെപ്പാണ്. അപ്പോൾ പിന്നെ ആർക്കും വഴിയൊന്നും മാറിപ്പോകത്തില്ല. ജസ്റ്റ് ഇതോടെ കയറി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഇതുണ്ടോ മരമൊക്കെ കരിഞ്ഞു വിടണം. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മറ്റേ ഇച്ചിരിയോടെ കഴിയുമ്പോൾ കുറേ ആളുകൾ വരും. അപ്പോൾ ഇവിടെ തീയൊക്കെ കത്തിച്ച് ചൂട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലക്ഷ്മി. ഞാനും ഉണ്ടായിരുന്നു, ഞാൻ ഊരിയപ്പോൾ. അപ്പോൾ ഈ ജാനുവരി ആകുമ്പോൾ ഇവിടെ നല്ല തണുപ്പാവും. അപ്പോൾ അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. ഇതുണ്ടല്ലേ, നൈസ് വ്യൂ ആണ്, അടിപൊളി. അപ്പോൾ ആ മൂലയ്ക്കൂടെ നമുക്ക് നമ്മുടെ ടൗണും കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടുന്ന് ഇനിയും പോവാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 1/4 മണിക്കൂറേ നടന്നിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ പാറയിൽ കൂടെ ഇനി പോകണം, എങ്കിലേ ഇനി അവിടെ കയറാൻ പറ്റുള്ളൂ. കയറിക്കേ. തെന്നലൊന്നും കാണില്ല, മഴയില്ലല്ലോ. ആ കുഴപ്പമില്ല, ഞാൻ ഇതോടെ കയറി തരാം. അയ്യോ. അപ്പോഴത്തേ നമ്മൾ കുറച്ചും കൂടെ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു
ഒരു മുകളിലെത്തി, നമ്മളൊരു മൗണ്ടൻ്റെ ഏതൊരു മൗണ്ടൻ്റെ മുകളിലെത്തി. ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെ വേ ടു സുക്കു അങ്ങോട്ടാ. ഇത് വേ ടു ടെമ്പിളോ ഇത് ടെമ്പിളോ അങ്ങനെ എന്തോ എഴുതിയേക്കണേ. അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അടിപൊളി, നല്ല വ്യൂ പോയിൻ്റ് തോന്നുന്നു. ഓ അടിപൊളി, നല്ല രസം. അവിടെ അതിൻ്റെ നേരെ നമുക്ക് അവിടെയായിട്ട് കൊഹിമ സിറ്റി ആണെന്ന് തോന്നുന്നു. ആ സിറ്റി കാണാം. എന്നുണ്ട് അടിപൊളി സാധനം. മലകൾ, ഒരുപാട് മലകൾ അങ്ങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ 5 മിനിറ്റ് ഇരുന്നാലോ? ഇവിടെ റെസ്റ്റ് ഹൗസാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഇത് കൊഹിമ ഫോറസ്റ്റ് ഡിവിഷൻ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് വീണ്ടും തുടരാം യാത്ര. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ആ വഴി നേരെ. നമ്മൾ വീണ്ടും തുടങ്ങി. ഇവിടെ വേ ടു സുഗു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സുക്കു. അതെ, നമ്മളങ്ങനെ ഈ വഴിയാണ് അപ്പോൾ കാണിച്ചേക്കുന്നത്. ആ വഴി പോകണം. അതിൻ്റെ സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട് ചെറുത്, അത് വേറെ എങ്ങോട്ടോ പോകാനുള്ളതാണ്. പക്ഷെ ഇങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകണം. ഇനി മൗണ്ടൻ്റെ സൈഡിൽ കൂടെയാണ് ഒരു വഴി പോയേക്കുന്നത്. മൊത്തം ഇതുണ്ടല്ലേ, സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴിയാണ്. നല്ല കാറ്റുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മളിങ്ങ് കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, ലക്ഷ്മി ഒന്ന് മറിക്കുന്നത് കാണട്ടെ. ഇപ്പുറത്തേക്ക് മാറും. 2 വഴി സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഇവിടെ. അപ്പോൾ ഈ വഴി നമ്മൾ കല്ല് വെച്ച് മറച്ചിട്ടുണ്ട്. പക്ഷേ സൈൻ ബോർഡൊന്നുമില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഈ വഴി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വഴി പോയി നോക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി കറക്റ്റാണെന്ന് തോന്നുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണ്. നമ്മൾ വന്ന ഈ മലയിൽ നിന്നാണ് നമുക്ക് പോകേണ്ട ആ മലയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് അവിടെ കല്ല് വെച്ച് മറച്ചേക്കണേ. അപ്പോൾ ഈ വഴി തന്നെ ആയിരിക്കണം. നമ്മൾ വീണ്ടും പെട്ടു. അതുകൊണ്ടല്ലേ 2 വഴിയുണ്ട്. ഇവിടുന്ന് ലക്ഷ്മി നിൽക്കുന്ന ഒരു വഴിയും ഇവിടുന്ന് റൈറ്റും. പക്ഷേ ഈ റൈറ്റിലും ഒരു കല്ല് വെച്ചിട്ടുണ്ട്. നോർമലി വഴി ബ്ലോക്ക് ആവുമെന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇത് ഏതൊക്കെ വഴി എത്തുമോ? കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഈ വഴി ഇങ്ങനെയാണ് പോകുന്നത്. നല്ല രസം. മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ് വഴികളൊക്കെ. പക്ഷെ ഇതുണ്ടല്ലേ 2 സൈഡും. ഇതിപ്പോൾ ഈ ഡിസംബർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഗ്രീനറി ആയിരിക്കും. നമ്മൾ ജൂലൈ ഓഗസ്റ്റ് ടൈമിലൊക്കെ വരുന്നവർക്ക് അടിപൊളിയായിരിക്കും ഇവിടെ എല്ലാം വ്യൂ. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോഴും ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്. പച്ചപ്പില്ല എന്നല്ല, പക്ഷേ നല്ല രസമാണ് ഈ വഴി കൂടെ നടക്കാൻ. He's so fast. Yeah, he is around 1.5 hours, I think so. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമാധാനമായി. അവിടെ നമ്മൾ ഇതോടെ ഒരു വഴി പോകുന്നുണ്ട്. എവിടെ നമുക്കൊരു ചെറിയൊരു ഗസ്റ്റ് ഹൗസ്, ഒരു വീടുണ്ട്. നമുക്ക് കാണാം, ക്യാമറയിൽ കാണാമെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെയാണ് ചെല്ലേണ്ടത്. 1.5 മണിക്കൂർ നടന്നിട്ടാണ് ചേട്ടന്മാർ ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ നടക്കാനുണ്ട്. ഇപ്പോൾ 8:45. അപ്പോൾ 9:45, 10:15 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ ചെല്ലുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരെ കണ്ടുകൊണ്ട് സമാധാനമായി. നമ്മുടെ വഴിയും കറക്റ്റാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇനി അങ്ങ് പോകണം. ഇത് ഇനി ഫ്ലാറ്റാണ് വഴികളെന്ന് തോന്നുന്നു. മലയുടെ സൈഡിൽ കൂടെയാണ് ഫുള്ള് വഴി കാണുന്നത്. നോക്കാം നമുക്ക്. അല്ല എന്നിട്ട് പറയാം. അയ്യോ, ഇതിപ്പോൾ നല്ല കാടായല്ലോ. നല്ല രസം. ഏതെന്നെ ചെളിയാണോ? ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതേ പുറത്തിറങ്ങി വീണ്ടും. അത് കൊള്ളാം, നല്ല വഴിയില്ലേ, നടക്കാൻ നല്ല സുഖം. കാരണം ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് ട്രക്കിങ് ഈസി ആട്ടോ. മീഡിയം എന്ന് പോലും പറയില്ല. നമ്മൾ ആദ്യം കയറിയ 1 മണിക്കൂർ മാത്രമേ ആ സ്റ്റെപ്പുകൾ അല്ലേ, അത്രേ ഉള്ളൂ. ഓഫ് റോഡിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിശ്വേമെന്ന് കയറുന്ന വഴിക്ക് നമുക്ക് ഓഫ് റോഡ് വണ്ടിക്ക് വരാമല്ലോ. ഈ സ്റ്റെപ്പ് വരെ വരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ്. എനിക്ക് തോന്നുന്നു അത് നടന്നു വരാൻ ഇച്ചിരി ടാസ്ക്. അത് നടന്നു വരാൻ 2-3 മണിക്കൂർ എടുക്കും. നമ്മൾ വണ്ടി വന്ന സ്ഥലം, അത് വണ്ടി വന്നുകൊണ്ട് ഒരു അരമണിക്കൂർ, ഒരു 40 മിനിറ്റിലൊക്കെ നമ്മൾ കവർ ചെയ്തു. നടന്നു വന്നാൽ 2-3 മണിക്കൂർ എടുക്കും. അത് ഓഫ് റോഡാണ് ഫുള്ള്. അപ്പോൾ അവിടെ വരെ നടന്നു വന്നുകൊണ്ടും പിന്നെ അവിടെ നിന്ന് നമുക്ക് 1 മണിക്കൂറാണ് ടഫായിട്ട് വന്നുള്ളൂ. പിന്നെ ഈ വഴിയൊക്കെ ഈസി, നല്ല രസം നടക്കാൻ തന്നെ. അങ്ങനെ
9 മണി കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് ഇവിടെ മാത്രമേ ഇത് ചെറിയ ഇറക്കം കുന്നൊക്കെ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം നേരെ നടക്കാനുള്ളതാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ, മലയുടെ പൊക്കത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ വേറെ അങ്ങനെ വഴികൾ പ്രശ്നമൊന്നും വരില്ല, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 9:15 നടന്ന് എവിടേക്കോ എത്തിയതേ. ഇതുണ്ട് കുറച്ച് പേര് നടന്നു പോണേ ആ വഴി. അപ്പോൾ ആ വഴിയാണ് നമ്മൾ നടന്നു വന്നത്, മലയുടെ സൈഡിൽ കൂടെ. അങ്ങേ സൈഡിൽ ഒരു വഴി കാണാമോ നിങ്ങൾക്ക്? ആ വഴിയാണ് നമ്മൾ നടന്നു വന്നത്. അപ്പോൾ അധികം കയറ്റവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കാറ്റുണ്ട്. അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് കാറ്റോട് കൂടി അയ്യോ നല്ല തണുപ്പും കൂടെ ഉണ്ട്. നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് 10 മണി ആവാറായി. 10 മിനിറ്റ് കൂടെ ഉള്ളു ഇനി 10 മണിയാവാൻ. അടുത്തെത്താറായി. ഇതുണ്ടോ അവിടെ നമുക്ക് 2 വീടുകൾ കാണാം. അതാണ് ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്നാണ് പലരും പറഞ്ഞത്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഇതുണ്ടാ ആ വീടുകൾ. അയ്യോ മഴ തുള്ളുന്നു. ഓ മൈ ഗോഡ്, മഴയും തുള്ളുന്നുണ്ട്. നമ്മളിനി ഒരുപാട് ടൈം എടുക്കുമെന്ന് തോന്നുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റുമായിരിക്കും. മഴയ്ക്ക് മുമ്പ് നമ്മളവിടെ എത്താനുള്ള പ്ലാനിലും കൂടെയാണ്. പോട്ടെ സ്പീഡിൽ പോട്ടെ. വലിയ പാടൊന്നുമില്ല. നമ്മുടെ അടുത്ത് പലയിടത്തും വായിച്ചപ്പോൾ പറഞ്ഞത് 5-6 മണിക്കൂർ ട്രെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പാടാണ് എന്നൊക്കെ വായിച്ച് കേട്ടുകൊണ്ടാണ് നമ്മൾ ടെൻ്റ് എടുത്തില്ല, നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല. ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ തുണികളും സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡോർമെട്രി ഉണ്ട് എന്നൊക്കെ വായിച്ച് കേട്ടോണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഭയങ്കര സിമ്പിളായിരുന്നു ഇത്. ആദ്യത്തെ ഒരു കുറച്ച് സമയം 45 മിനിറ്റ് വല്ലതും ആയിരുന്നു ഹാർഡായിട്ടുള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ കുറേ ആളുകൾ വരുന്നത് നമുക്ക് കാണാം. ഹായ് ഹലോ. അപ്പോൾ നമ്മളിവിടെ എത്തി. വെറും 2.5 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഡോർമെട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡോർമെട്രി സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം എങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമ്മുടെ കയ്യിൽ ഏതായാലും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നോക്കാം. അങ്ങനെ ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ചുമ്മാ നിലത്ത് ഷീറ്റും ഒക്കെ ഇട്ട് നമുക്ക് കിടക്കാം. അവർ ഷീറ്റെല്ലാം തരും. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കുന്നവർക്ക് ടെൻ്റ് അടിക്കാം. ഒരു പാടുമില്ല. ടെൻ്റൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ സുഖമായിട്ട് താമസിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് അങ്ങോട്ടാണ് ഇനി പോകേണ്ട. ഒരു 1.5 മണിക്കൂർ ട്രക്ക് ചെയ്താൽ നമുക്കൊരു സ്പോട്ടിലെത്താം. അപ്പോൾ ആ സ്പോട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ആ കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ 11 മണിയായി. നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ഒന്ന് തിരിഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തേക്ക്. പേര് പറ. അർഷു കോഴിക്കോട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇപ്പോൾ അങ്ങോട്ട് സ്പോട്ടിലേക്ക് പോകുന്നത്. അടിപൊളി സ്ഥലമാട്ടോ. ഇനിയുള്ള പാലമൊക്കെ ഉണ്ടല്ലോ. വഴി അടിപൊളിയാ. ഇത് ഫുള്ള് പാലമാണല്ലോ. ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണല്ലോ. അതാണ് നമ്മുടെ ഡോർമെട്രി ഒക്കെ ഉള്ള സ്ഥലം. നമ്മളിവിടം വരെ നടന്നെത്തി. ഇനി കുറച്ചും കൂടെ പോകാണ്ട്. നമുക്കൊരു മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട് അവിടത്തേക്ക്. 1 മണിക്കൂർ ഉണ്ട്. ഇപ്പോൾ 11 മണി 12 മണി ആകുമ്പോഴേക്കും നമ്മളവിടെ ചെത്തിലായിരിക്കും. നമ്മളെത്തി വേറെ സ്ഥലത്തെത്തി. ഇവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട് അല്ലേ? നല്ല വ്യൂ ഇല്ലേ? അപ്പോൾ നമ്മൾ വന്ന് ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാ. അവിടെ ഫുള്ള് മൊട്ടക്കുന്നാണ്. ദൈവമേ, ഇത് വാഗമണ്ണാണോ നമ്മൾ വന്നേ? കുരിശുണ്ട്. നമ്മൾ വാഗമണ്ണ് വന്ന് വാഗമണ്ണ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ പക്ഷെ കുരിശിലേക്ക് എത്രയും കുറേ കൂടെ പോകണം. ഇനി അതാ സ്പോട്ടെങ്കിൽ. ഇവിടെ ചേട്ടന്മാർ ഫുഡൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടിയിൽ എല്ലാം കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവസാനം നമ്മൾ മിനി വാഗമണ്ണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന നാഗാലാൻഡിലെ സുക്കു വാലിയിലാണ് അവസാനം വന്നിരിക്കുന്നത്. എന്തോ ഇതാണപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുക്കു വാലി. മൊട്ടക്കുന്നുകളാണ് ഗൈസ്, മൊത്തം മൊട്ടക്കുന്നുകൾ. വാഗമണ്ണിലെ പോലെ കുരിശുണ്ട്, മൊട്ടക്കുന്നുണ്ട്. ഇതിപ്പോൾ വാഗമണ്ണെന്ന് വിളിച്ചില്ലല്ലേ അത്ഭുതമുള്ളൂ.
മാലിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. കിടന്നുറങ്ങണം അവിടെ. നല്ല രസമാണ്. പുല്ലൊക്കെ ഉണ്ടായിട്ട് നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ ഡോർമെട്രി ഉണ്ട് എന്ന് കേട്ടാണ് വന്നത്. ഡോർമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിനേക്കാളും കഷ്ടമാണ്. അതുപോലെ ഒരു ഹാളില് ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്. നമ്മുടെ നാട്ടിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പ് ഇതിലും അടിപൊളിയാണ്. അതുപോലെ ഒരു മാറ്റി തരും. അതുപോലെ തന്നെ ഡോർമെട്രി എൻട്രി ഫീ ഉണ്ട്. ഡോർമെട്രി എൻട്രി ഫീ 100 രൂപ. ഒന്നും കിട്ടത്തില്ല 100 രൂപയ്ക്ക്. ഒരു മാറ്റം അവർ തരും. തറയിൽ കിടക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറ്റെടുക്കാം. മാറ്റിന് 50 രൂപ. ഒരു പന്ന മാറ്റ് ആണോ 100 രൂപയാണോ? അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വിന്റർ ആയി. ഇപ്പൊ ഡിസംബർ ആണ്. വിന്ററിൽ എന്താണേലും നമുക്ക് ഒരു 2 കമ്പിളിയെങ്കിലും വേണം. ഒരു കമ്പിളിക്ക്, ചെറിയ കമ്പിളിക്ക് 100 രൂപയും വലിയ കമ്പിളിക്ക് 200 രൂപയാണ് ഒരു റെന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ടെന്റ് ആയിട്ട് വരണം. ഓൺ ടെന്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ല. ഇവിടെ കേറാൻ മാത്രം സ്റ്റെപ്പിൽ എത്ര ബുദ്ധിമുട്ട്. ഒരു വിശ്വമേന്ന് വരുമ്പോ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് പ്ലെയിൻ ആണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ മുളങ്കാടാണ് ഫുള്ള് നമ്മുടെ ബാക്കിൽ കാണുന്ന പോലെ. അപ്പോൾ ആ മുളങ്കാട്ടിൽ കൂടെ പ്ലെയിൻ ആയിട്ട് നടന്നു വന്നാൽ മതി. നമുക്ക് സുഖമായിട്ട് ടെൻ്റൊക്കെ കൊണ്ടുവരുന്നു. ഞങ്ങൾക്കും കൊണ്ടുവരായിരുന്നു. പക്ഷെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു. ഇങ്ങോട്ട് ഒരുപാട് 6 മണിക്കൂർ ട്രെക്ക് ഉണ്ട്. ഞാൻ വായിച്ചപ്പോൾ ഓൺലൈനിലൊക്കെ 5-6 മണിക്കൂർ ട്രെക്കിംഗ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടം വരെ നടന്ന് ഇവിടെ ഒരു ദിവസം താമസിക്കുകയാണെങ്കിൽ 2 ദിവസം കളയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ വന്ന് ഉച്ചയാകുമ്പോൾ ഇറങ്ങി അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇച്ചിരി ടയറിങ് ആവും. പക്ഷേ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. 2 ദിവസത്തിലൊന്നും പോരരുത് നിങ്ങൾ. വെറും വേസ്റ്റാണ്. നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇത് നല്ലൊരു റിവ്യൂ ഞാൻ തരണമെന്നോർത്ത് നമ്മുടെ പ്യുവർ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തരുന്ന റിവ്യൂ ആണ്. അപ്പോൾ ദയവ് ചെയ്ത് റിവ്യൂ ആണ്, അല്ലാതെ ഇതല്ല. ഞങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത്ര നാഗാലാൻഡ് വരുന്നവർ ഇത് മിസ്സാവരുത് എന്നൊക്കെ പലരും പറയും. പക്ഷെ ദയവ് ചെയ്ത് ഇത് വന്ന് നിങ്ങൾ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വന്ന് പോവുക. അതിൽ കൂടുതൽ ടയർഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിൽക്കാം. ഈ ചെലവ് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ പട്ടിക്കൂട്ടി കിടക്കുന്ന പോലെ കിടക്കേണ്ട വരും. നിങ്ങളെ ടെന്റോ നിങ്ങളെ സ്ലീപ്പിംഗ് ബാഗോ നിങ്ങളെ സാധനങ്ങളായിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചെലവില്ലാതെ നിൽക്കാം. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്നുവെച്ചാൽ ഇത്രയും ട്രക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ട്രാവലിങ്ങിനിടയിൽ. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ട്രക്കായിരുന്നു. പക്ഷെ ഒരുപാട് നടക്കാനും ഉണ്ട്. ടയേർഡും ആയി. എന്താ പറയുന്നത്, ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയും അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.